dears, it's me Devu Gogul. Sorry, അങ്ങനെയല്ലല്ലോ നമ്മുടെ ഇൻട്രോ. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ബിക്കോസ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. പെട്ടിയൊക്കെ ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് തന്നെയാണ് വിഷയമെന്ന്. ഭയങ്കര യൂസ്ഫുൾ ആവുന്നതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാര്യം എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് 1.5 വർഷം ആവുന്നുള്ളൂ. അപ്പം ഒരുവിധം അറിയാം എന്തൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് എന്ന് അത്യാവശ്യം നന്നായിട്ട് അറിയാം. സോ അത് വെച്ചിട്ടാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് റെഫർ ചെയ്ത് കുറേ ഐറ്റംസൊക്കെ മേടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാഗ് പാക്ക് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അതിന് മുന്നേ തന്നെ എനിക്ക് ഡെലിവറി നടന്നു. അതുകൊണ്ടിട്ട് വീട്ടിലിരുന്ന ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു വീട്ടിലുള്ളവർ ചെയ്തത്. കാര്യം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. എനിക്ക് വേണം എന്ന് വിചാരിച്ച് കരുതി വാങ്ങിയ സാധനങ്ങളൊന്നും എനിക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ അതുകൊണ്ടിട്ട് ഞാൻ 34 വീക്സിൽ തന്നെ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിയാണ്, മേ ബി പ്രഗ്നൻറ്റ് ലേഡീസ് ആയിരിക്കും കൂടുതലും വീഡിയോസ് കാണുന്നത്. സോ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളൊരു 34 വീക്സ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഒതുക്കി പറക്കി വെച്ചില്ലെങ്കിലും ഒരു പെട്ടിക്കകത്താക്കി വെക്കുക. എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് അങ്ങ് ഓടിയാൽ മതിയല്ലോ. അതുകൊണ്ടിട്ട് പറഞ്ഞാണ് കേട്ടോ. ഞാൻ 34 വീക്സ് ആയപ്പോൾ തന്നെ ഈ പെട്ടിക്കകത്ത് എടുത്ത് വെച്ചു. കാര്യം കൺട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ എല്ലാം എടുത്ത് ഈ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എൻ്റെ കയ്യിൽ അന്നേരം അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേറെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത്, ഞാൻ അതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അടുക്കി പറക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഒറ്റ പെട്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. പലരുടെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിനൊരു പെട്ടി, അമ്മയ്ക്കൊരു പെട്ടി, അച്ഛനുണ്ടെങ്കിൽ അച്ഛനൊരു പെട്ടി. സോ എൻ്റെ പെട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുഞ്ഞിനുള്ളതുകൊണ്ട്, എനിക്കുള്ളതുകൊണ്ട്, എൻ്റെ മൂത്ത കുട്ടിക്കുള്ളതുകൊണ്ട് കേട്ടോ. ഞങ്ങളുടെ 3 പേരുടെ ഐറ്റംസ് എല്ലാം കൂടെ ഞാൻ ഈ ഒരു പെട്ടിക്കകത്താണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഡ്രസ്സസ് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഏതൊക്കെയാണ് എന്ന് കാണാം. നിങ്ങളുടെ കയ്യിൽ പെട്ടിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടി വാങ്ങുന്ന ആൾക്കാർ എനിക്കറിയാം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, വെറുതെ പൈസ കളയലാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ബാഗ് പാക്ക് ചെയ്യലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പാക്ക് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിപ്പോൾ ഡെലിവറിയുടെ ടൈമിലായാലും പലരും ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിരി ഒരു എങ്ങനെയാണ് പറയുക, ഒരു ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുന്നത് എനിക്കറിയാം കേട്ടോ. ക്യാഷ് ഉള്ളവർക്ക് കുഴപ്പമില്ല, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരു സാധാരണ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ചേഞ്ച് ചെയ്ത് NS പോയത്. ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കൊല്ലത്തുള്ള ഒരുവിധം കുറേ ഹോസ്പിറ്റലുകളിൽ ചെക്ക് ചെയ്തിട്ട് എവിടെയാണോ റേറ്റ് കുറവ് അത് നോക്കിയിട്ടാണ് ഞാൻ NS ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NSൻ്റെ പ്രൊമോഷനല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് പൈസ കൊണ്ട് എനിക്ക് പല ഇൻഫ്ലുവൻസേഴ്സിനെ അറിയാം കേട്ടോ. ചിലരുടെയൊക്കെ വീഡിയോകളും എന്തെങ്കിലും ഇവളൊക്കെ എന്ത് പൊങ്ങിച്ചാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സത്യം ഉള്ളത് പറയാമല്ലോ, ഉള്ളത് പറയണമല്ലോ. അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള റൂമൊക്കെ എടുത്ത് ഭയങ്കര സെറ്റപ്പിലൊക്കെ പോയി നിന്ന് അതൊക്കെ കാണുന്ന ആലോചിക്കുക, ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും ഗോൾഡ് വാങ്ങാമല്ലോ. സോ അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചിന്തിച്ചിരിക്കുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഈവൻ എൻ്റെ കാശി ബേബിൻ്റെ ടൈമിലുള്ള ഡ്രസ്സുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ആ വൈറ്റ് കളറിലെ കബോർഡ് ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ മൊത്തം പുതിയതുകൊണ്ട് കാശി ബേബിൻ്റെ ടൈമിലുള്ളത് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ക്യാഷ് കളയേണ്ട കാര്യമില്ല. കാശിൻ്റെ സമയത്താണെങ്കിൽ ഒരു 1 മന്തിൽ കൂടുതലൊന്നും നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് യൂസ് ചെയ്യൂലല്ലോ. ഞാൻ അന്ന് എടുത്ത് വെച്ചത് എനിക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അടുത്ത ഡെലിവറി വന്നുകൊണ്ടിട്ട് അത് കുഞ്ഞു ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മുടെ ബാക്ക് പാക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അഭിമാനത്തോടെ പറയൂ കേട്ടോ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ഒരു നോർമൽ ഫാമിലിയിലേക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ് എന്നെ. സോ അതനുസരിച്ച് വേണം നിൽക്കാനെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ എക്സ്പെൻസ് ഞാൻ പറയാം. 18,000 രൂപയായിരുന്നു ആദ്യത്തെ ഡെലിവറിയുടെ എക്സ്പെൻസ്. ഞാൻ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചത്. അതും കൊല്ലത്തെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ആ ഡോക്ടർ ഡെലിവറി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ പോവുള്ളായിരുന്നു. സോ
സോ അതൊക്കെ വിടുക. അതിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ടോപ്പിക്ക് വിട്ടുകൊണ്ട് പറയുന്നതല്ല പറയുന്നത്, എടുക്കുന്നതല്ല, ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് വീഡിയോ ആണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, എൻ്റെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ. എനിക്ക് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുക്കുമ്പം ഓരോന്ന് പറയും, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പെട്ടിക്കകത്ത് ഈ ഒരു പോർഷനിൽ നമ്മുടെ കുഞ്ഞു ബേബിക്കുള്ള ഐറ്റംസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് അത് കാണിക്കാം. ഈ ഒരു പോർഷനിൽ എൻ്റെയും കാശി ബേബിൻ്റെ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കുഞ്ഞു ബേബിയുടെ കാണാം. ബേബിക്കാണല്ലോ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതുകൊണ്ടിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക് ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി പൈസ ചിലവാക്കിയിട്ട് പെട്ടി വാങ്ങണ്ട. അത് പറയാൻ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും പറഞ്ഞു പോയത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ കയ്യിലുള്ളൊരു ബാഗ് അത് മതി. ഫസ്റ്റ് ഐറ്റം ആദ്യം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എല്ലാം പിങ്കായി. ഇനി ബേബി ഗേൾ ആയിരിക്കൂ, ആരായാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഐറ്റം ദേ നമ്മുടെ ഡ്രൈ ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. 3 എണ്ണം 175 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു 3 എണ്ണം 175 എങ്ങാണ്ടായിരുന്നു. ബാക്കി 2 എണ്ണം ദേ അതിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. കുഞ്ഞിനെ നമ്മൾ മേ ബി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഡയപ്പർ ഇട്ടിട്ടായിരിക്കും കിടത്തുന്നത്. കാശി ബേബീനെ ഡെലിവറിയുടെ ടൈമിൽ ഫുൾ ടൈം ഡയപ്പർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ. ഡോക്ടേഴ്സിനെ കാണിക്കാൻ കൊണ്ടുവരുമ്പോൾ ഡയപ്പർ ഇടാന്ന് കഴിഞ്ഞാൽ വഴക്ക് പറയുമായിരുന്നു. സോ ഫുൾ ടൈം ഡയപ്പറൊക്കെ യൂസ് ചെയ്യുമായിരിക്കും. എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡ്രൈ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇങ്ങോട്ട് തന്നെ വെക്കാം, അതാകുമ്പോൾ ഒതുക്കി എനിക്ക് അങ്ങനെയെന്ന് വെക്കാമല്ലോ. അതേ കണക്ക് തന്നെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല. മീഷോന്ന് മേടിക്കുന്ന ഒരുവിധം എല്ലാ ഐറ്റംസും വാഷ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ചീത്തയെന്നല്ല, നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നില്ല. ആരൊക്കെ എവിടെയൊക്കെ കൈയിട്ട് മറിഞ്ഞൊക്കെയാണ് നമ്മുടെ കയ്യിലെത്തുന്നത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അതേ കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഒരു നമ്മുടെ ഹുഡഡ് ടവലാണ് കേട്ടോ. ഇതും യൂസ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്തായാലും കുഞ്ഞിനെ റാപ്പ് ചെയ്തൊക്കെ വെക്കാമല്ലോ, നല്ല ഒരു ബ്ലാങ്കറ്റ് പോലെയൊക്കെ നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം. സോ അതുകൊണ്ടിട്ട് ഞാനത് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കൂടുതലും ജനിച്ച ടൈമിലൊക്കെ കാശിക്ക് ഇതുപോലെ വൈറ്റ് ഇടാനായിരുന്നു എനിക്ക് താല്പര്യം. അതിപ്പോൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നമുക്ക് വൈറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. സോ ഈ ടൈമിലും ഇതേ കണക്കുള്ള ഐറ്റംസ് ഞാൻ കാശിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മീഷോ എന്നല്ലായിരുന്നു കേട്ടോ, അത് വേറെ ദുബായിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഞാൻ എടുത്തു. ഇത് മീഷോ എന്നാണ് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് 300 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു കേട്ടോ, അതോ 200 അത്രേ ഉള്ളൂ. എല്ലാം ഏകദേശം ഒരു 400ൻ്റെ അകത്തുള്ള ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കാര്യം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടിട്ടാണ്. നെക്സ്റ്റ് വൺ ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാനോ കുഞ്ഞിനെ കിടത്താനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ മെയിനായിട്ട് വേണ്ടുന്ന റിസീവിങ് ബെഡും അതുപോലെ തന്നെ മൊസ്കിറ്റോ നെറ്റ് വരുന്ന അതും ഉണ്ടല്ലോ. അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല. റിസീവിങ് ബെഡ് വേണമെങ്കിൽ കൊണ്ടുപോകാം, മൊസ്കിറ്റോ നെറ്റ് കൊണ്ടുപോകണില്ല. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുപ്പിക്കാം. 20 മിനിറ്റ്സത്തെ കാര്യമുള്ളൂ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ അത് വേണമെങ്കിൽ എടുപ്പിക്കുക. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ. പിങ്ക് കളറാണ് മേടിച്ചിട്ടുള്ളത്, ഉള്ളിൽ വൈറ്റ് കളറാണ്. ഇത് കണക്ക് കുഞ്ഞിനെ റാപ്പ് ചെയ്ത് വെക്കാനോ സ്വാഡിൽ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വേണ്ടുന്നതാണ്. കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ 2 എണ്ണം എടുത്തേക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുമ്പം കുഞ്ഞു ബേബിക്ക് ഇട്ടുകൊണ്ട് വരുന്നത്. കാശിക്കും അതേപോലെയായിരുന്നു. ഇതുപോലൊരു റോംബർ ഇട്ടിട്ടായിരുന്നു ഞാൻ കാശിൻ്റെ സമയത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഈ കണ്ടുപോയാൽ എല്ലായിടത്തേക്കുന്നത് പിങ്കാണ് കേട്ടോ. പിങ്ക് ആയാലെന്ത്, ബ്ലൂ ആയാലെന്ത്, അതിൻ്റെ അകത്തൊന്നും ഒരു കാര്യമില്ല. ആരോഗ്യത്തോടെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു കവറിൻ്റെ അകത്താക്കി വെച്ചേക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ക്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മുടെ
കുഞ്ഞിൻ്റെ തലയിൽ കെട്ടുന്ന ക്യാപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ മിറ്റൻസും ബൂട്ടീസും കണ്ടോ, ക്യാപ്പ് ഉള്ളതും ക്യാപ്പിൻ്റെ കൂടെ സെറ്റായിട്ട് വരുന്ന മിറ്റൻസും ബൂട്ടീസും പിങ്കും ബ്ലൂവും ഓരോന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും അങ്ങനെ 3 എണ്ണമാണ് ക്യാപ്പ് ഉള്ളത് എടുത്തിട്ടുള്ളത്. പിന്നെ മിറ്റൻസും ബൂട്ടീസും ഞാൻ കുറച്ച് ഒരു 3-4 എണ്ണം എക്സ്ട്രാ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. കാര്യം കുഞ്ഞിന് നഖമൊക്കെ ഉണ്ടെങ്കിൽ ഫേസൊക്കെ അള്ളി കീറുന്ന സമയത്ത് ഈ വീട്ടുകാർ വേറെ ആരെയും പറയില്ല, അമ്മയെ പറയത്തുള്ളൂ. കണ്ടോ കുഞ്ഞിൻ്റെ മുഖമൊക്കെ കീറിയിരിക്കും, നീ എന്താ ശ്രദ്ധിക്കാത്ത എന്നേ ചോദിക്കും. അനുഭവം കുരു. സോ അത് കുഞ്ഞിനെ കംഫർട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതെടുക്കുക. കുഞ്ഞിനെ കംഫർട്ടാക്കി വെക്കാൻ വേണ്ടി മാത്രമല്ല, ഏറ്റവും ബെറ്റർ ഈ ക്യാബും മിറ്റൻസും ബൂട്ടീസും ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അവർക്ക് തണുപ്പൊന്നും എടുക്കാണ്ടിരിക്കുമല്ലോ. ഇത് ഞാൻ ഒരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. നിൽക്കുന്നവർ ഇതൊക്കെ എടുക്കുമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നെ ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ റൂമിലേക്ക് നമ്മളെ അമ്മയെ കൊണ്ടുവരുമല്ലോ, കുഞ്ഞിനായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പം അവർ ഇതൊക്കെ യൂസ് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും ഇതുവരെ കണ്ടില്ല ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ, മിറ്റൻസും ബൂട്ടീസും. അത് നിങ്ങൾ 3-4-5 സെറ്റ് ഇത് കണക്ക് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ബ്ലാങ്കറ്റ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അധികം ഒന്നും വേണ്ടി വരില്ല. നോർമലാണെങ്കിൽ നമുക്ക് 3 ദിവസത്തെ കാര്യമുള്ളൂ. C-സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസം. ഇതാണല്ലോ ഒരു കണക്ക്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് എടുപ്പിക്കാവുന്നേ ഉള്ളൂ. ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 2-3 എണ്ണം, അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല കേട്ടോ. പിന്നെ മെയിൻ ഐറ്റം ഞാൻ ഡയപ്പർ എടുത്തിട്ടുണ്ട്. ഇത് മാ കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. കണ്ട, ന്യൂ ബോണിൻ്റെ ആണ്. 32 പീസ് വരുന്നത്. 32 പീസൊന്നും നമുക്കിപ്പോൾ ആവശ്യം വരില്ല. ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ളൊരു 10-15 പീസ് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ദുബായിലായിരിക്കുന്ന ടൈമിൽ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെറുത് മേടിച്ചാണ്, വലുത് മേടിച്ച് ഇരിപ്പുണ്ട്. ഇതും അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ഞാൻ കൂടുതലും നൈറ്റാണ് കുഞ്ഞിന് ഡയപ്പർ യൂസ് ചെയ്യാറുള്ളത്. പകൽ അങ്ങനെ അങ്ങ് യൂസ് ചെയ്യാറില്ല. നാപ്പീസാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് പകൽ. പിന്നെ വൈപ്സ് ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സോഫ്റ്റ് എസൻസ് ബേബീൻ്റെ 99.9% വാട്ടർ വൈപ്സ് ആണ്. നിങ്ങൾ വൈപ്സ് എടുക്കുമ്പം ഇത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇതിൻ്റെയൊക്കെ ലിങ്ക്, എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അതനുസരിച്ച് കമൻറ്റിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. യൂസ്ഫുൾ ആകും എന്നെനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ്. ഞാൻ ഇത് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു. 1200 രൂപയ്ക്ക് 12 പീസ് 12 പാക്കറ്റ് 1200 രൂപയ്ക്ക് ഇതിൻ്റെ ഓഫറുള്ള ടൈമിലാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ് ഈ ഒരു വാട്ടർ വൈപ്സിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾ ഓഫർ നോക്കി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റും ഉണ്ട് കേട്ടോ. 2026 വരെ എക്സ്പയറി ഡേറ്റും ഉണ്ട്. സോ നിങ്ങൾ വൈപ്സ് വാങ്ങുമ്പോൾ ഇതാണ് ഓഫർ. വൈപ്സ് എന്നല്ല, എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ അവരുടെ കറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഓഫറിൽ കിട്ടും. അതനുസരിച്ച് മേടിക്കുക. ഞാൻ അങ്ങനെയാണ് കൂടുതൽ കാശിൻ്റെ ആയാലും ഇപ്പോൾ കുഞ്ഞു ബേബിൻ്റെ ആയാലും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് ഒരെണ്ണം 250 രൂപയാണ് വരുന്നത്. പക്ഷേ ഓഫർ ഉള്ളത് കൊണ്ടിട്ട് 12 പീസ് എനിക്ക് 1200 സംതിങ്ങിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം ലാഭം ഉണ്ട് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 2 എണ്ണം ആകുമ്പം 500, 4 എണ്ണം ആകുമ്പോൾ 1000, 6 എണ്ണം ആകുമ്പോൾ 1500. സോ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 12 എണ്ണം കിട്ടുന്നത് എക്സ്ട്രാ ആണ്. ലാഭമല്ലേ? അപ്പോൾ അത് നോക്കിയാണ് മേടിച്ചിട്ടുള്ളത്. ഇത് 2 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാശിയുടെ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമ്മൾ മറ്റേ വൈപ്സ്, ഈ എസൻസ് ഒക്കെ ഉള്ള സ്മെല്ലുള്ള വൈപ്സ് വാങ്ങാൻ കിട്ടും. ആ വൈപ്സ് വാങ്ങിയേ ചെയ്യരുത്. കാര്യം കുഞ്ഞിന് നമ്മൾ പാലൊക്കെ കൊടുത്തിട്ട് ഇവിടേക്ക് തുടയ്ക്കാനോ അല്ലെങ്കിൽ മോഷൻ പോകുമ്പം തുടയ്ക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ വൈപ്സ് യൂസ് ചെയ്യുന്നത്. ആ വൈപ്സ് എസൻസ് ഉള്ള ആ ഒരു സ്മെല്ലുള്ള വൈപ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിമാലയയുടേത് പോലും ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഹിമാലയാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യാറുള്ളത്. സോ യൂസ് ചെയ്യരുത്. നിങ്ങൾ മേടിക്കുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ 99.9%
വാട്ടർ വൈപ്സ് ആയിരിക്കണം വാങ്ങുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഇവിടെയൊക്കെ കുരുപ്പ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ റാഷസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. യൂറിൻ പോകുന്നിടത്തും മോഷൻ പോകുന്നിടത്തും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ സാധനം വാങ്ങരുത്. ആ ഒരു തെറ്റ് ആരും ചെയ്യരുത്. വാങ്ങുമ്പം വാട്ടർ വൈപ്സ് തന്നെ വാങ്ങുക. ഇത് തന്നെ വേണമെന്നില്ല. ഞാനിത് സോഫ്റ്റ് സെൻസിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ കാശിയുടെ സമയത്ത് മദർ സ്പർശായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. മദർ സ്പർശിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇത് മേടിച്ചിട്ടുള്ളത്. സോ അത് കണ്ടറിഞ്ഞ് മേടിക്കുക. പിന്നെ നമ്മുടെ മിറ്റൻസിൻ്റെ ബൂട്ടീസിൻ്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 സംതിങ് ആ ഒരു റേറ്റിൻ്റെ അകത്താണ് മേടിച്ചിട്ടുള്ളത്. ആ 3 എണ്ണം ഉള്ളത് 100 സംതിങ് ആ ഒരു റേറ്റിൻ്റെ അകത്താണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് മേടിച്ചല്ല കേട്ടോ, ഇത് ഞാൻ വാങ്ങിയല്ല, ഇതെനിക്ക് കൊളാബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. 2 ബാത്ത് ടവലല്ല, ഇത് സ്വാഡിൽസ് ആണ്. നമ്മൾ കുഞ്ഞിനെ റാപ്പ് ചെയ്ത് വെക്കാനും ചൂടാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മസ്ലിൻ മെറ്റീരിയൽ വരുന്ന 2 ടവലിനോ അല്ലെങ്കിൽ ഒരു റാപ്പ് ചെയ്യുന്ന ക്ലോത്തെന്നോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ചല്ല കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൂഡ് ടവലാണ്. നമ്മുടെ ഇത് ഞാൻ വൈറ്റാണ് എടുത്തത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൂടുതലും കുഞ്ഞിന് ജനിച്ച ടൈമിൽ വൈറ്റ് ഇടാനായിരുന്നു കാശിയുടെ സമയത്ത് ഇഷ്ടം. സോ ഈ ബേബിക്ക് ഞാൻ വൈറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്പിലൊരു ഫ്ലവറൊക്കെ വരുന്നുണ്ട്. ഇത് 2 എണ്ണം ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ഒരുമിച്ച് കോംബോ ആയിട്ടാണ് മേടിച്ചത്. 200 സംതിങ്ങോ 300 സംതിങ് ആ ഒരു റേറ്റിൻ്റെ അകത്തായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഒരു ബർപ്പ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ടിട്ട് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബർപ്പ് ചെയ്യുമല്ലോ, എന്താ ഏമ്പക്കം തട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു റാഷസ് ക്രീം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. റാഷസ് ക്രീം മാത്രമേ എടുത്തുള്ളൂ. എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. റാഷസ് ക്രീം നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ നല്ലൊരു ബ്രാൻഡ് നോക്കി ചൂസ് ചെയ്യാം. ഞാനിപ്പം സോഫ്റ്റ് സെൻസിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഡയപ്പർ റാഷിൻ്റെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡായാലും പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഞാനിത് കോംബോ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 1300 മദർ സ്പെഷ്യലിൻ്റെ ഒരു 8-9 സെറ്റ് വരുന്ന ഒരു കോംബോ ആയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ സെറ്റിൻ്റെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ, കുഴപ്പമില്ല. ഡയറക്റ്റ് ഞാൻ അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറ്റ്സ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ എടുത്ത് വെച്ചാണ് നമ്മുടെ കുഞ്ഞിനെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്, വെള്ളം നനച്ച് തുടയ്ക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊളാബിന് കിട്ടിയതാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഐറ്റം. ഇത് നമ്മുടെ ജബ്ലയാണ്, അതായത് വൈറ്റ് ജബ്ലയാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 410 രൂപയ്ക്ക് 20 സെറ്റ് വരുന്ന ഒരു ജബ്ലയുടെ സെറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണത്തിൽ 20 എണ്ണം വരും. 420 രൂപയ്ക്ക് മറ്റേ കെട്ടുടുപ്പുണ്ടല്ലോ, കെട്ടുടുപ്പ്, അത് ഞാൻ ഒരു 5 എണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ താഴത്തെ ഷോപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് മേടിക്കാതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുപ്പിക്കാമല്ലോ. അത് കണക്കാക്കി ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കണക്ക് ഇതിൻ്റെ റേറ്റ് 410 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം വയ്ക്കുക, ഇതൊക്കെ ആവശ്യം വരുന്നത്. പിന്നെ നമ്മുടെ ക്ലോത്ത് നാപ്പീസ് ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റേ കെട്ടുന്ന നമ്മൾ വെള്ള തുണിക്ക് പകരം കെട്ടുമല്ലോ, അതാണ് കേട്ടോ. വെള്ള തുണിയും ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എടുത്ത് വെച്ചേക്കാണ്. കാശിയുടെ സമയത്ത് ഞാൻ വെള്ള തുണി അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. കാര്യം എനിക്ക് കെട്ടാൻ അറിയത്തില്ല. അപ്പം കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അഴിഞ്ഞ് പോകും. അപ്പം അതിലും ബെറ്റർ എനിക്ക് തോന്നി ഇതായിരിക്കും നല്ലത്. സോ കുഞ്ഞു ബേബിക്ക് ഇഷ്ടം പോലെ ഞാൻ ഇത് നാപ്പീസ് ഒരുപാട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കാശിക്കും വാങ്ങിയായിരുന്നു, കുഞ്ഞിനും വാങ്ങി. കാശിക്ക് അന്ന് വാങ്ങിയതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വാഷ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സ്ട്രാ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ഞാൻ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
ഇത് ഞാൻ ഇവിടെ ഇല്ലാത്ത ടൈമിൽ ഗോകുവിൻ്റെ അമ്മ പോയി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇത് മറ്റേ നമ്മുടെ അലക്കുമുണ്ടുണ്ടല്ലോ, എങ്ങനെ പറയാ, ഈ മുണ്ട് മേടിച്ചല്ല, ഇത് ആരാണ്ടൊക്കെ കയ്യിൽ നിന്ന് ഇവിടെ അമ്മാമ്മയും പപ്പയൊക്കെ മേടിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. അത് അലക്കിയിട്ട് അതിനെ മുറിച്ചെടുത്താണ്. ഇത് മുറിച്ചതൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ ഹോസ്പിറ്റലായിരിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ ഇവർ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം വരില്ല. ഈ ഒരു അളവിനാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞിന് മറ്റേ കെട്ടി കൊടുക്കുമല്ലോ ഇങ്ങനെ വെച്ചിട്ട്, അണത്തുണി എന്നൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത്, അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ എത്രത്തോളം യൂസ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കാര്യം കാശിയുടെ സമയത്ത് ഞാൻ ഇതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു കുറച്ചുണ്ട് കേട്ടോ, ഒരു 7-10 എണ്ണം അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ട്രഡീഷണൽ വൈബാണല്ലോ. കാശിയുടെ സമയത്ത് കൂടുതലും ഡയപ്പറായിരുന്നു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തത്, അതുകൊണ്ടിട്ട് ഇതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്തായാലും എടുത്തു വെച്ചു. നമുക്ക് ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ, അത് കണക്കാക്കി എടുത്തു വെച്ച്. നമ്മുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് വിജയമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ട് കേട്ടോ. അമ്മ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പം അവിടെ അമ്മയുടെ മോൻ്റെ വൈഫ് ഇപ്പോൾ ഈ അടുത്താണ് പ്രസവിച്ചത്. അപ്പോൾ അമ്മയ്ക്കാകുമ്പോൾ അറിയാമല്ലോ, അതുകൊണ്ടിട്ട് ഞങ്ങളുടെ പൊമ്മോളമ്മ അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് പൊമ്മോളമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചി ഇത് മുറിപ്പിച്ച് വെച്ചേക്കാണ്. ഇതൊരു 7-10 എണ്ണം ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കാര്യത്തിനല്ല. ഇത് സംഭവം മറ്റേ കുഞ്ഞിന് കെട്ടിക്കൊടുക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല, എന്തായാലും എടുത്ത് വെച്ചേക്കാം. കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇത് ഇല്ല, കാണത്തില്ല. അപ്പം ഇത് കണ്ടേക്കണ്ട, അതങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കുള്ളതും ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് വലിയ പോകുമ്പോൾ കാണിച്ചു തരാം. ഈ സാധനങ്ങൾ വെച്ചോ, മുണ്ടൊക്കെ വേണമായിരുന്നു. അപ്പം ഇതെല്ലാം ഞാനൊന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ഞാൻ എൻ്റെത് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ഒരുപാടായി പോകും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ പോർഷൻ ഞാൻ അതേപോലെ തന്നെ അടുക്കി പറക്കി മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി പറയണം, കുഞ്ഞിനെ റിസീവ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ആ വൈറ്റ്. അതിനിപ്പോൾ ആരാ ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് ഏൽപ്പിക്കണം, അത്രേ വേണ്ടുള്ളൂ. കുഞ്ഞിൻ്റെ പോർഷൻ നമ്മൾ കൂട്ടി, കുഞ്ഞിനല്ലാതെ ഞാൻ സോപ്പോ ഓയിലോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നതിനകം കുഞ്ഞിനെ കുളിപ്പിക്കില്ല, കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി വീണിട്ടേ കുളിപ്പിക്കുള്ളൂ. പിന്നെ ബേബി ലോഷനൊന്നും ഇപ്പോഴേ യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് യൂസ്ഫുൾ അല്ല ഇപ്പോൾ, അതുകൊണ്ടിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് വെക്കുക, അത് വേണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു 1 month ഒക്കെ ആവുന്ന ടൈമിലൊക്കെ മതി, വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. പൗഡറൊന്നും തൊടുകയും ചെയ്യരുത് കേട്ടോ കുഞ്ഞിന്. ഞാൻ ആകെ പൗഡർ ഇടുന്നത് എവിടെയാണെന്നറിയാമോ, കുഞ്ഞിൻ്റെ ഇടുപ്പ് ഭാഗത്തായിരുന്നു. അതുപോലെ കൈയിൻ്റെ മടക്ക് ഇവിടെയൊക്കെയാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പൊളിയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, സോഫ്റ്റ് സ്കിൻ അല്ലേ. സോ അന്നേരമായിരുന്നു ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഇടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഡോക്ടർ തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞത്, ഇട്ട് കൊടുക്കാൻ ഡോക്ടർ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോട്ടെ. അപ്പം കുഞ്ഞു ബേബിയുടെ സാധനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് എൻ്റെതാണ്. എൻ്റെത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് ഇത് എൻ്റെ കാശി ബേബീൻ്റെയാണ്. ആദ്യമേ ഞാൻ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ മോൻ്റെയാണ് ഇതൊക്കെ. ഇതിപ്പം മോൻ്റെ കുറച്ചധികം ഉടുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കാശിക്കായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ടായില്ല. ഇനി പോകാൻ നേരം ഒരു ഫീഡിങ് ബോട്ടിൽ എടുക്കണം, ഡയപ്പർ എടുക്കണം. ഡയപ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് പോകാൻ നേരം എടുക്കാം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് ഉടുപ്പുകളാണ് എടുത്തിരിക്കുന്നത് മോന് വേണ്ടിയിട്ട്. വേണ്ട, കുറച്ചധികം ഉടുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിർത്തത്തതേ ഉള്ളൂ അവനെ. സോ അതാണ് ഞാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ടുള്ളത്. കുഞ്ഞിന് അതിൻ്റെ ആവശ്യമുള്ളൂ, ഫീഡിങ് ബോട്ടിൽ എടുക്കണം, വേറെ ഒന്നുമില്ല. അവനങ്ങനെ കളിപ്പാട്ട കാര്യങ്ങളൊന്നും ഇല്ല, ചെരുപ്പ്, ഇത്രേ ഉള്ളൂ. കുഞ്ഞിൻ്റെത് കഴിഞ്ഞു, കാശിൻ്റെത് കഴിഞ്ഞു. ഗോകു ഉണ്ടായിരുന്നെങ്കിൽ ഈ പെട്ടിക്കകത്ത് ഞാൻ ഗോകുൻ്റെത് ഞാൻ അടുക്കി പറക്കി വെച്ച് തന്നെയായിരുന്നു കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഇത് ഞാൻ സെറ്റായിട്ട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇത് ഡെലിവറി കഴിയുമ്പം ഡ്രസ്സ് ചോദിക്കുമല്ലോ. സോ ഒരു വൈറ്റ് കളറിലുള്ള നമുക്ക് ഫ്രണ്ട് ഓപ്പൺ വരുന്നത്, അതായത് ഫ്രണ്ടിൽ സിബുള്ള ടൈപ്പിലുള്ള സിബാണ് കേട്ടോ, ഫുള്ള് ബട്ടൺ അല്ല, സിബുള്ള ടൈപ്പിൽ ഒരു നൈറ്റിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അണ്ടർ സ്കേർട്ടൊന്നും ഞാൻ എടുത്തില്ല, ഞാൻ അണ്ടർ സ്കേർട്ട് യൂസ് ചെയ്യാറില്ല. ഷോർട്ട്സ് എടുക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഷോർട്ട്സൊക്കെ അന്നേരം ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാശിയുടെ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നൈറ്റി മാത്രമാണ് ഇട്ടിരുന്നത്. മുകളിൽ ഞാൻ അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറ് കെട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു, പക്ഷെ ഞാൻ കെട്ടില്ല. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ കെട്ടാൻ തുടങ്ങിയത്. സോ ഇതിൻ്റെ അണ്ടർ സ്കേർട്ട് ഒരെണ്ണം എടുത്ത് വെച്ചേ, എൻ്റെ കയ്യിൽ ഇല്ല, അതാണ് ഒരെണ്ണം വാങ്ങണം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ അകത്ത് ഞാനൊരു ഇന്നറും ഒരു ബ്രായും ഒരു പാൻറ്റീസും എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. നൈറ്റി പഴയതാണ് കേട്ടോ, എനിക്ക് കൊളാബിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയ നൈറ്റി തന്നെയാണ്. അത് അത്യാവശ്യം കഴുകി തേച്ചെടുത്താണ്. പിന്നെ ഇതും ഒരു ഒരു നൈറ്റി തന്നെയാണ്. ഇതും ഫ്രണ്ട് ഓപ്പൺ വരുന്നതാണ്. എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് മറ്റേ നമ്മുടെ ഈ നൈറ്റിയൊക്കെ നിങ്ങൾ എൻ്റെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ നൈറ്റി ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടിട്ട് ഞാൻ മേടിച്ചില്ല. ആവശ്യത്തിന് അധികം ഉണ്ട്, പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ മേടിക്കാണ്ടിരുന്നത്. അങ്ങനെ ഞാനൊരു 3 നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ, 3 ഫീഡിങ് ടൈപ്പ് വരുന്ന 3 എടുത്തിട്ടുണ്ട്. 3 ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുപ്പിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. പിന്നെ ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല, മറ്റേ നമ്മുടെ ബട്ടൺ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഫുള്ള് ബട്ടൺ വരുന്ന ടൈപ്പിൽ, ഇത് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ബട്ടൺ വരുന്ന ടൈപ്പിൽ, ഫുൾ ഓപ്പൺ വരുന്ന ടൈപ്പിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, മേ ബി വന്നാലോ എന്ന് വിചാരിച്ചെടുത്താണ്. ഇതിൻ്റെ ഒരു കഥ പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ടൈമിൽ ഒരു 10 നൈറ്റി വീട്ടിൽ നിന്ന്, നൈറ്റി അല്ല ഇത്, അന്ന് ഫ്രോക്ക് നൈറ്റീസ് ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ അമ്മ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആ അമ്മേനെ കൊണ്ടിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഗൂഗിളിൽ വീട്ടിൽ പോകുമ്പോൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതിനകത്തുള്ള ഒരെണ്ണമാണിത്. എനിക്കിപ്പോഴും ചേരും, അതുകൊണ്ടിട്ട് ഞാൻ അതെടുത്ത് വെച്ചു. പിന്നെ പുതിയതായിട്ട് തയ്പ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഉള്ളപ്പോൾ നമ്മൾ ഉള്ള കണക്ക് നിൽക്കുക, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത കണക്ക് നിൽക്കുക. സോ അതെന്തായാലും ആ 4 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് പുതിയത് മേടിച്ചിട്ടില്ല, പഴയത് തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ പുതിയത് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയത് മേടിക്കാം, പ്രശ്നമില്ല കേട്ടോ. പിന്നെ മെയിൻ ഐറ്റം ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമോവിൻ്റെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. ഇത് അത്യാവശ്യം ഭയങ്കര വലുതാണ്. എന്തോ 10x എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ പാഡ് ഫിക്സർ, നമുക്ക് യൂസ് ആൻഡ് ത്രോ പാൻറ്റീസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ്. ഞാനിത് 2 എണ്ണം വീതം വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അലമാരിക്ക് അതിരിപ്പുണ്ട്, വന്നതിന് ശേഷം അഥവാ ബ്ലീഡിങ് കൊണ്ട് യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് ഒരെണ്ണം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇത് 700 രൂപയ്ക്കായിരുന്നു കേട്ടോ 2 എണ്ണം വാങ്ങിയത്. ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, പിന്നെ ഞാൻ എക്സ്ട്രാ മേടിച്ച് വെച്ചാണ് 2 എണ്ണം. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാശിയുടെ സമയത്ത്. സോ അതുകൊണ്ടിട്ട് ആദ്യം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിയെന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു നോർമൽ നമ്മുടെ സ്മെല്ലുള്ള ടൈപ്പുള്ള, ഇത് ബേബി വൈപ്സ് ആണ്, പക്ഷേ സ്മെല്ലുള്ളതാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, വൈപ്പൊക്കെ ചെയ്യേണ്ടി വന്നാലോ വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ ഒരു 2-3 ഇന്നേഴ്സ് അധികം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഉടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പം ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എൻ്റെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പുതിയത് മേടിച്ചൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള ഒരു നല്ലൊരെണ്ണം ഞാൻ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് മറ്റേ നമ്മൾ തോർത്തിയിട്ട് തല കെട്ടി വെക്കുമല്ലോ, ആ സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ഞാൻ ഏതോ ഒരു പേജിൽ നിന്ന് മേടിച്ചതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ കുളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മുടി ഉണക്കാനായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ടിട്ട് ഞാനിത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
മറക്കാതെ എടുത്ത് വെച്ചൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിനകത്തൊക്കെ മഞ്ഞളായി. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് 2 തലേണ കുറയാണ് എടുത്ത് വെച്ചത്. ഇത് എല്ലാം എന്തോ താങ്ക് യു. കാലിൽ വീണ് സോപ്പ്. ഈ തലേണോറേ വേറെ ബ്രാൻഡ് കണക്ക് തോന്നും, അതുകൊണ്ടിട്ട് അത് ഞാൻ മാറ്റി വെച്ച്. കാര്യം എൻ്റെ കയ്യിൽ സെറ്റായിട്ടുള്ളത് വേറെ ഇരിപ്പുണ്ട്, അതുകൊണ്ടിട്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ്. ഇത് എന്താ ബെഡ്ഷീറ്റ് 2 എണ്ണം എടുക്കാമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്താ അങ്ങനെ എടുത്തു വെച്ചാണ് ഈ ഒരു ബ്ലാങ്കറ്റ്. ഇത് എന്തായാലും ഇരിക്കട്ടെ. ഉപയോഗം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ ഇതിനകത്ത് വെക്കാത്ത മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഫയലാണ് കേട്ടോ. ഫയല് പോകാൻ നേരത്തെ എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് പോകും. അത് മറക്കാതെ വെക്കുക. എല്ലാ ഡോക്യുമെൻറ്റ്സും കൂടി ഞാൻ ഒരു ഫയലാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് വേണ്ടുന്ന ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദർസ്പർഷിൻ്റെ ഒരു ലോണ്ട്രി ലിക്വിഡാണ് കേട്ടോ. ബേബി ബാ അയ്യപ്പ. അതായത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനോ, ഇപ്പം നമ്മൾ ജനിച്ച് കഴിയുമ്പോൾ എന്തായാലും ബ്ലാക്ക് കളറിൽ മോഷൻ പോകും കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ. സോ അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഞാൻ സോപ്പ് എടുത്തില്ല, അതിന് പകരം എടുത്ത് വെച്ചാണ് ഈ ഒരു ലിക്വിഡ്. പിന്നെ ഞാനൊരു എക്സ്ട്രാ കുറച്ച് പാൻറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻറ്റീസിൻ്റെ ആവശ്യം വരത്തില്ലായിരിക്കും, നമ്മൾ പാൻറ്റി ലൈനർ ആണല്ലോ യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ മറ്റേ യൂസ് ആൻഡ് ത്രോ ആണ് യൂസ് ചെയ്യുന്നത് ഡെലിവറി കഴിയുമ്പോൾ. അതിന് മുമ്പേ ആവശ്യം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്തു വെച്ചാണ്. പിന്നെ അതേ ഈ ഒരു പൗച്ചിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ആവശ്യമുള്ള എൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടോ? കണ്ടോ? ഞാനാണ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനാണ്. അയ്യോ, ഇതിൻ്റെ അകത്ത് എൻ്റെ പേസ്റ്റ് ഉണ്ട്. പിന്നെ ഇയറിങ്സിൻ്റെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ചെറിയ സ്ലൈഡ് ഉണ്ട്, ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ടുണ്ട്, ബ്രഷ് ഉണ്ട്. ഇനി അതിനകത്ത് വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് വെക്കാം. പിന്നെ അതേ സോപ്പ്, ഞാൻ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അമ്മമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു സോപ്പ്. ഇതെല്ലാം കൂടി ഇതിനകത്ത് തന്നെ വെച്ചേക്കാം. പിന്നെ ഞാൻ ഒരു പാലട എടുത്തിട്ടുണ്ട്. പാലട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചുമാ തട്ടിയിടല്ലേ, കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം തട്ടി വാരിയിടും, പിന്നെ ഒതുക്കി പറക്കി വെക്കും. ഇത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാശിയുടെ സമയത്ത് മേടിച്ചതാണ് കേട്ടോ. അന്ന് ഞാൻ കാശിക്ക് എന്താ മറ്റേ വായിൽ ഒഴിച്ചു കൊടുക്കുമല്ലോ പാല്. യോ മോനെ വേണ്ട കളയല്ലേ കുഞ്ഞാ, എല്ലാം തട്ടിക്കളയും. കാശിക്ക് വേണ്ടി മേടിച്ചായിരുന്നു. ഇതിനകത്ത് ഐലൈനർ, ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ. ആവശ്യം വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും വെച്ചിട്ടുണ്ട്. ഇതിനകത്തിന് ആഡ് ചെയ്യാനായിട്ട് ഒരു എണ്ണയും ഒരു പേസ്റ്റും, അത് മാത്രമേ ഉള്ളൂ. അത് പോണ വഴിക്ക് മേടിക്കാം. ഭയങ്കര അത്യാവശ്യമുള്ളതാണല്ലേ. എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഒരു പൗച്ചിൻ്റെ അകത്ത്. ഇതൊക്കെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഉപയോഗിക്കുമായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു ബെഡ്ഷീറ്റും പില്ലോ കവറും കൂടിയിട്ട് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാം. അയ്യോ വേണ്ട കുഞ്ഞാ, എൻ്റെ ഫോണിപ്പോൾ തട്ടിക്കളയും. നമ്മുടെ കൂടെ നിൽക്കാൻ വരുന്നവർക്കൊക്കെ വേണ്ടി വരുന്ന ഒരു ഐറ്റം ആണല്ലോ. തരാം തരാപ്പാ. പിന്നെ തോർത്ത്, ഇത് ഞാൻ പുതിയത് മേടിച്ചത്. തരാം, ഒരു മിനിറ്റ്. കുഞ്ഞിന് കശുവണ്ടി ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ റോസ്റ്റഡ്. സോ അത് ഞാൻ ഇങ്ങനെ പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട്. അവ ഇത് കണക്ക് വേണ്ട സമയത്ത് എന്നോട് പറയും.
എടുത്തു കൊടുക്കാനും. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും. തോർത്ത് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് കുളിക്കാനായിട്ട് വേണ്ടി വരും. ഡെലിവറി കഴിയുന്നുണ്ടെങ്കിൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറയും. സിസേറിയൻ ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല. പിന്നെ ഒന്ന് തോളയിലിടാൻ, അഥവാ പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കംഫർട്ടായിട്ട് ഇരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം. 2 എണ്ണത്തിന് ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. 2 എണ്ണം മതി. പിന്നെ ഒരു കൈലി, 2 കൈലി മേടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കാശിയുടെ സമയത്ത് കൈലി കൊടുത്തിട്ടില്ല. നൈറ്റി തന്നെയായിരുന്നു ഇട്ടിരുന്നത്. ഫ്രോക്ക് നൈറ്റി പോലത്തെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇത് എന്തിനായിരിക്കും? എന്തായാലും എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. അഥവാ ചൂടോ കിടക്കുമ്പോൾ എടുക്കുക, എന്തായാലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇത് ഉടുക്കില്ല കേട്ടോ. എനിക്ക് അറിയത്തില്ല ഉടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കാം. ഉടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കാം കേട്ടോ. ഞാൻ ഉടുത്തിട്ടില്ല, അതുകൊണ്ടിട്ട് എന്തായാലും എനിക്കറിയത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ? ആണ്, ഓഫ് കോഴ്സ് ആണ്. ഇതിനകത്ത് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ പൈസ ഒന്നും കളഞ്ഞിട്ടില്ല. ഇന്നേഴ്സ് മാത്രമാണ് ഞാൻ, ഇന്നേഴ്സും അതുപോലെ തന്നെ പാഡും ഈ ഇതും ഫിക്സറും മാത്രമാണ് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുള്ളത്. ഉണ്ടോ? എവിടെ വാങ്ങിയിട്ടുള്ളത്? പിന്നെ കുഞ്ഞിനുള്ള ഐറ്റംസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നെ മേടിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്തോളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയത്തിലുള്ള പ്രഗ്നന്റ് ലേഡീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുത്തിട്ട്, മോനെ മക്കളെ അടങ്ങ്, ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ നമുക്ക്. കുഞ്ഞേ വാ. നമ്മൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല കേട്ടോ. അയ്യോ, പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചാൽ അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്ക് ബാഗ് പാക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.